സാർ എന്നൊന്ന് കോസ്റ്റ് ആക്കോ, ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നമ്മളെ ആമസോണിന്ന് പർച്ചേസ് ചെയ്യുന്ന? ഓക്കെ, തീർച്ചയായും. ഓക്കെ, അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് നമ്മളുടെ ജെറ കാർഡ് വന്നിട്ടുണ്ട്. ജെറ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ നമുക്ക് റമീസ് കാണിച്ചു തരും. അപ്പൊ അതൊക്കെ ആ കാർഡ്, അതായത് ഇന്ന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ക്രിപ്റ്റോ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ ജെറയുടെ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് മാസ്റ്റർ കാർഡ് തരുന്നു. അത് പോരാണ്ട് ആ കാർഡിൽ ഡെയിലി ലോഡ് ചെയ്യാനുള്ള ഫണ്ടും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം അല്ല. നിങ്ങളുടെ കോയിൻ നിങ്ങളെ ലോക്കറിൽ വെച്ച് പൂട്ടിയിരിക്കുന്നതിനാണ് നിങ്ങൾക്ക് ഡെയിലി എയർ ഡ്രോപ്പ് കിട്ടുന്നത്. ഓക്കെ, ആ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് റമീസ് കാണിച്ചു തരുന്നത്. സ്ക്രീൻ ഷെയർ അല്ലേ? ഓക്കെ, കാണാം. ക്രിപ്റ്റോ കാർഡ് ഉപയോഗിച്ചിട്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇട്ടത്. ഈ ഒരു പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ബൈ കൊടുക്കുക. ഏതാ വേണ്ട പ്രൊഡക്റ്റ് വെച്ചാൽ ബൈ കൊടുക്കുക. താഴെ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ടാവും. പേയ്മെന്റ് ഓപ്ഷനിൽ ആഡ് മേ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് കൊടുക്കുക. അത് നമ്മളെ സൈറ്റ് തുറക്കുക. സൈറ്റ് തുറക്കാൻ നമ്മളെ കാർഡ് നമ്പർ ഉണ്ടാവും. കാർഡ് നമ്പർ ഇവിടെ കൊടുക്കുക. എക്സ്പയറി ഡേറ്റും കൊടുക്കുക. കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റും കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ വരും. ഓക്കെ, അവിടെ നമ്മൾ CVV കൊടുക്കുക. ആ കാർഡുമ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ഉണ്ടാവും നമ്പർ. ആ CVV നമ്പർ അവിടെ കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, CVV കൊടുത്തു. എന്നിട്ട് നേരെ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, പേ വിത്ത് ക്രെഡിറ്റ് കാർഡ് എന്ന് വരും ഇവിടെ. ഓക്കെ, അവിടെ നമ്മൾ പേ വിത്ത് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക. ഇവിടെ INR 1254 എന്നുള്ള സെലക്ട് ചെയ്യാം. പേ കൊടുക്കാം. ഓക്കെ, പർച്ചേസ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കാർഡിൽ നിന്ന് ഫണ്ട് പോയിട്ടുണ്ടാവും. നിലവിൽ സക്സസ് ആയിട്ടുണ്ട്. ഇത്ര സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് 1 സെക്കൻഡിൽ നമുക്ക് പേയ്മെന്റ് നടത്താം. ഷോപ്പിൽ പർച്ചേസ് ചെയ്യാം. പിന്നലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ മൊബൈൽ അല്ലെങ്കിൽ അതുപോലെ ചാർജർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ സാറേ ആമസോണിൽ നിന്ന് 2 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. ഒന്നൊരു ഇപ്പൊ കണ്ട പ്രൊഡക്റ്റും അതേപോലെ ഒരു ഹെഡ്സെറ്റും. ഓക്കെ, ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തു അല്ലേ? പർച്ചേസ് ചെയ്തു, അതെ. ഓക്കെ. അപ്പൊ നമുക്ക് മാസ്റ്റർ കാർഡ് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും മാസ്റ്റർ കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പൊ കാണിച്ചു തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ. നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്മൾ ഓൺലൈൻ പർച്ചേസിനായിട്ട് ആഡ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്കത് ഈ കാർഡ് ആഡ് ചെയ്യുന്ന ഒരു സംഭവം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഒരു സംശയം, ഇന്നത്തെ അപ്ഡേഷൻ എപ്പോഴാ കഴിയാ? ടൈം എന്തെങ്കിലും കിട്ടി? 24 hours ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നൈറ്റോട് കൂടി, രാത്രിയോട് കൂടി തീരുമായിരിക്കും. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ മലേഷ്യൻ ടൈം 12 മണി എന്ന് പറയുമ്പോൾ നമുക്കൊരു 9:30 തീരുമായിരിക്കും. ഓക്കെ, ശരി. നാളെ രാവിലെ ആയിരിക്കും വരെ. എല്ലാവർക്കും ചോദിച്ചോളൂ. രൂപേഷ് ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ്. എൻ്റെ ക്വസ്റ്റ്യൻ മറ്റേ 3% and 3% നിങ്ങൾ ഒരു പോയിന്റ് പറഞ്ഞു. 100 ജെറാസ് വാങ്ങിച്ചാൽ തന്നെ അത് റിട്ടേൺ വരുന്നതെന്ന് BNBയിൽ ഫീസ് തിരിച്ചു വരുന്നത്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക. എത്ര മിനിമം ചെയ്താൽ അത് റിട്ടേൺ വരുന്നതെന്ന്? അതായത് നമ്മൾ മിനിമം 100 ജെറ എബവ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ ബേണിംഗിലേക്ക് പോകുന്നുണ്ട് ഒരു എമൗണ്ട് ചാർജസ് ആയിട്ടും പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ബേണിംഗിൽ 4% ആണല്ലോ സ്ലിപ്പേജ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, ഈ 4% സ്ലിപ്പേജിൽ നിന്നും ബേണിംഗിലേക്ക് പോകുന്ന ഒരു എമൗണ്ട് ഉണ്ട്, ചാർജസ് പോകുന്നുണ്ട്. അത് കൂടാണ്ടുള്ള ഒരു ചെറിയ പെർസെന്റേജ് എമൗണ്ട് ആണ് നമുക്ക് റിട്ടേൺ ആയിട്ട് വരുന്നത്. അത് എക്സാക്ട്ലി എത്ര എമൗണ്ട് ആണെന്നുള്ള ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ ഒരു സർട്ടൻ എമൗണ്ട് നമുക്കത് USDT ആയിട്ട്, ഇപ്പൊ നിങ്ങൾ USDT ആണ് ബൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ജെറ എങ്കിൽ USDT ആയിട്ട് തിരിച്ചു വരും. ജെറ സ്വാപ്പ് ചെയ്യുന്നത് BNB ടു ജെറ ആണ് സ്വാപ്പ് ചെയ്യുന്നതെങ്കിൽ BNB ആയിട്ട് തിരിച്ചു വരും. അത് നോർമലി 24 to 48 hours ആണ് വരിക. അപ്പൊ നിങ്ങൾക്കത് നിങ്ങളുടെ ആ ഡേറ്റുകളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ എമൗണ്ട് തിരിച്ചു വന്നത് കാണാൻ സാധിക്കും. അതിനാണ് ബയർ റിവാർഡ്സ് എന്ന് പറയുക.
Okay, അത് so 100 അത് അബവ് ബൈ ചെയ്തുള്ളവരുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എമൗണ്ട് കൊടുക്കുക. ഇപ്പോൾ 100 മേലെ എത്ര പേര് ബൈ ചെയ്തിട്ടുണ്ടോ അവർക്കാണ് ആ ഒരു എമൗണ്ട് ഷെയർഡ് ആവുക. okay, അത് വന്നിട്ട് ഈച്ച് ട്രാൻസാക്ഷൻ 100 above. 100 ZERA above, $100 അല്ല, 100 ZERA above. അത് തന്നെ ഈച്ച് ട്രാൻസാക്ഷൻ. ഈച്ച് ട്രാൻസാക്ഷൻ, അതെ. വൺ സിംഗിൾ ട്രാൻസാക്ഷൻ അത് 100 above ആണെങ്കിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. ആ PDF നിങ്ങൾക്ക് നോക്കിയാൽ അതിനകത്ത് അതിന്റെ ക്ലാരിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ ഒരു മിനിറ്റ്, എങ്ങനെയാണ്? ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ, അത് കുഴപ്പമില്ല. ആൻഡ് അടുത്തത് വന്നിട്ട് ലാസ്റ്റ് ഒരു മീറ്റിംഗിൽ വന്ന് മറ്റേ രജിസ്ട്രേഷൻ ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ രജിസ്റ്റേർഡ് ഡോക്യുമെന്റിലെ അത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ ഓൾറെഡി. സാറിന് കിട്ടിയില്ല, ഞാൻ അയച്ചു തരാം. ശരി, വൺസ് ഫോർ. ഓക്കെ, അതായത് അത് ഇത്രേ ഉള്ളൂ. നമ്മളെ മലേഷ്യയിൽ അവര് സാധാരണ ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്യാറില്ല. അപ്പൊ ഇവര് അവിടുത്തെ ലോക്കൽ കൊപ്രാസി രജിസ്ട്രേഷൻ എന്നാണ് അതിന് പറയാം. അപ്പൊ അങ്ങനെ കൊപ്രാസി രജിസ്ട്രേഷൻ അവർ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൾറെഡി ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ അവർക്ക് അവിടെ ഓഫീസും ഉണ്ട്. മലേഷ്യയിൽ ഓഫീസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ കൊറിയയിൽ ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോ ഈ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കോൺട്രാക്ട് ഓഫിലായിരിക്കും ഉണ്ടാവുക. ബട്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ബൈ ആൻഡ് സെൽ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സാർ, ബൈ സെല്ല് നടക്കുന്നത് നമുക്ക് പാൻകേക്ക് സ്വാപ്പിലാണ്, എക്സ്ചേഞ്ചിലാണല്ലോ. അപ്പൊ എക്സ്ചേഞ്ചിലുള്ള കറൻസീസ് നമുക്ക് ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം. പക്ഷെ നമുക്ക് എയർ ഡ്രോപ്പ് വരുന്നത് പിങ്ക് സെയിലിൽ നിന്നാണ്, ലോക്കറിൽ നിന്നാണ് എയർ ഡ്രോപ്പ് വരിക. അപ്പോൾ സ്മാർട്ട് കോൺട്രാക്ട് ഓഫ് ചെയ്യുമ്പോൾ പിങ്ക് സെയിലുമായിട്ട് കണക്ഷൻ ഇല്ല. സോ പിങ്ക് സെയിലിലേക്ക് ഇവിടുന്ന് കമാൻഡ് പോയാലല്ലേ പിങ്ക് സെയിലിൽ നിന്ന് എയർ ഡ്രോപ്പ് റിലീസ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അപ്ഗ്രേഡ് നടക്കുന്ന സമയത്ത് സ്മാർട്ട് കോൺട്രാക്ട് വിൽ ബി ഓഫ് ആയിരിക്കും. ആ സമയത്താണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ല. കാരണം ദിസ് ഈസ് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ്. അപ്പൊ നമുക്ക് മാനുവലി അത് അവിടുന്ന് അയക്കാൻ പറ്റില്ലല്ലോ, അത് പ്രോഗ്രാം സെറ്റ് അല്ലേ. ഓക്കെ, ഗോട്ട് ഇറ്റ്. അല്ല, പാൻകേക്ക് സ്വാപ്പിലാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. ബട്ട് ദി കോൺട്രാക്ട് ചേഞ്ച് വന്നിട്ട് പിങ്ക് ലോക്കിൽ ആവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ എയർ ഡ്രോപ്പിലെ വരുമാനം നമുക്ക് INR ആയിട്ട് കിട്ടുമോ? INR ആയിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പൊ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കിവിടെ വിഡ്രോവൽ ഓപ്ഷനിൽ പോയാൽ 3 വിഡ്രോവൽ ഓപ്ഷൻ ഉണ്ട്. ഒന്ന് USDT ആയിട്ട് വിഡ്രോ ചെയ്യാം, 2 ZERA കോയിൻ, പേപ്പാൽ എക്കോസിസ്റ്റം. അപ്പൊ അതിന്റെ അപ്ഡേഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ പേപ്പാൽ എന്നുള്ളത് അറിയാലോ, ഒരു പേയ്മെന്റ് ഗേറ്റ്വേ ആണ്. അപ്പൊ പേപ്പാലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ZERA USDT ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലേക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് USDT ആയിട്ട് എടുക്കാം, ഒന്ന് മാസ്റ്റർ കാർഡിലേക്ക് ആഡ് ചെയ്യാം, നമ്മുടെ വിസ മാസ്റ്റർ കാർഡിലേക്ക് ആഡ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ ആഡ് ആവുന്നേ ഉള്ളൂ. അതും അറ്റ് ദ ഏർലിയസ്റ്റ് നമുക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കൺട്രി കറൻസി ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പൊ INR ആണെങ്കിൽ INR, അല്ലെങ്കിൽ ഔട്ട്സൈഡ് കൺട്രി കറൻസിയാണ്, ആ കറൻസി ആയിട്ട് പേപ്പാലിൽ നിന്ന് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യം പേപ്പാലിൽ പോകണം, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അക്കൗണ്ടിലേക്ക് എടുക്കാം. അതെ, പേപ്പാലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് വിഡ്രോ ചെയ്യുന്നത്. നമുക്ക് കാർഡിൽ വിഡ്രോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്. കാരണം വിസ കാർഡ് നമുക്ക് ഇവിടെ നമുക്ക് ഇത് ആവശ്യമില്ല, KYC ആവശ്യമില്ല. അപ്പോ അത് മാത്രമല്ല, ഒരു ദിവസം $50,000 വരെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഗ്ലോബൽ സ്പെൻഡിങ് ആണ്. അപ്പൊ അത്രയും ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കാർഡ്. അപ്പൊ കാർഡ് നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. $1,000 സ്പെൻഡ് ചെയ്യുന്നവർക്ക് ഫ്രീ മാസ്റ്റർ കാർഡ് കിട്ടുന്നുണ്ട്. പ്ലസ് അവർക്ക് ഓരോ ദിവസവും 10 USDT വർത്ത് ZERA കോയിൻ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എയർ ഡ്രോപ്പ്. അപ്പൊ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കാർഡ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ഇന്റർനാഷണൽ കാർഡാണ്, എല്ലാവർക്കും യൂസേജ് ഉള്ള കാർഡാണ്. നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് ടാപ്പ് ആൻഡ് പേ യൂസ് ചെയ്യാം, ഗൂഗിൾ പേ, ആപ്പിൾ പേ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പർച്ചേസിങ് മാത്രമേ പറ്റുള്ളൂ. അതിപ്പോ നമുക്ക് വേറെ ബഡ്ജറ്റ് ഇല്ലാതെ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പറ്റില്ലല്ലോ. അത് പറ്റില്ല സാറേ. കാർഡ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് പോലെ സാറേ, പർച്ചേസ് ചെയ്യാനായിട്ട് മാത്രമേ യൂസ് ചെയ്യാം. ഓൺലി ഫോർ പർച്ചേസ്. അപ്പൊ നമുക്ക് മറ്റാവശ്യങ്ങൾക്കുള്ളത് നമുക്ക് USDT ആയിട്ട് എടുക്കുക, പർച്ചേസിംഗിനുള്ളത് കാർഡിലേക്ക് മാറ്റുക. ഓക്കെ. പക്ഷെ അന്നേരം സെലക്ടഡ് മർച്ചന്റ്സ് വഴിയല്ലേ ഇത് പറ്റുള്ളൂ? എല്ലായിടത്തും പറ്റുമോ ഇത്? അല്ല, ഒരുവിധം വരുന്ന എല്ലാ മർച്ചന്റ്സിന്റെ കയ്യിലും കാർഡ് ഉണ്ട്. കാർഡ് അക്സെപ്റ്റബിൾ ആണ്. പെട്രോൾ പമ്പ്, അതുപോലെ ഇപ്പൊ ഇന്നലെ നമ്മൾ മൊബൈൽ ഷോപ്പിംഗ് മാളുകളിലൊക്കെ എല്ലാ മാളുകളിലും ഉണ്ട്. ഇന്റർനാഷണൽ കാർഡോ?
കാർഡ് അല്ല സാറേ, മാസ്റ്റർ കാർഡ് ആണിത്. നമുക്ക് വിസ മാസ്റ്റർ കാർഡ് എടുക്കുന്ന എല്ലായിടങ്ങളിലും എടുക്കും ഇത്. ഓക്കെ ഓക്കെ, ശരി, മനസ്സിലായി. അതായത് അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതെ അതെ, അത് അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്യുക. നിങ്ങൾ ആദ്യം നമ്മളുടെ ഇതായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ സാറേ, ഈ ഒരു വിർച്വൽ കാർഡിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിന് $1000 വർത്തുള്ള സെറയാണോ ആഡ് ചെയ്യേണ്ടത്, അതോ സെറയുടെ എണ്ണം നിശ്ചിതപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് നേരത്തെ 200 സെറ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ സെറയുടെ കോയിൻ റേറ്റ് കൂടിയത് കൊണ്ട് അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മിനിമം $1000 വർത്ത് സെറ. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, $1000 വർത്ത് സെറ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്നലെ $14 ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ഡോളർ വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ എപ്പോഴും ഒരു 10 സെറ എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു 5 സെറ എക്സ്ട്രാ നമ്മൾ വെച്ചോണം. ഓക്കെ സാർ. ഓക്കെ സാറേ, ഇതിപ്പോ ഞാനിപ്പോ ഇതിൽ പുതിയ വന്ന ഒരാളാണ്. അപ്പൊ ഇതിൽ എത്രത്തോളം നമുക്ക് സെക്യൂരിറ്റി എന്ന് പറയാൻ വേണ്ടി എന്താണുള്ളത്? പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഇപ്പൊ 2028 വരെ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ല ലിക്വിഡിറ്റി. അതെ. അപ്പോ അതില് നമുക്ക് പിന്നെ അത് എന്താണ്, അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്? അതായത് ഇന്ന് പല പ്രൊജക്ടുകളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലിക്വിഡിറ്റി ലോക്ക്ഡ് അല്ലായിരിക്കും. എന്ന് പറഞ്ഞാൽ പാൻകേക്ക് സ്വാപ്പിൽ ഇരിക്കുന്ന ഫണ്ട്, അതായത് നമ്മൾ മേടിക്കുന്നത്, നമ്മൾ കമ്പനിയിൽ നിന്നല്ല ഇവിടെ മേടിക്കുന്നത് അല്ലെ, നമ്മൾ കോയിൻ മേടിക്കുന്നത് എവിടെ നിന്നാണ്? എക്സ്ചേഞ്ച്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആയ പാൻകേക്ക് സ്വാപ്പിൽ നിന്നാണ് നിങ്ങൾ കോയിൻ സ്വാപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ USDT കൊടുത്ത് അല്ലെ BNB കൊടുത്തിട്ടാണ് ശരിക്കും സ്വാപ്പ് ചെയ്യുക. അപ്പൊ USDT എവിടെ ഉണ്ട്? ലിക്വിഡിറ്റി പൂളിൽ, അതായത് ബിനാൻസിന്റെ പാൻകേക്ക് സ്വാപ്പിന്റെ ലിക്വിഡിറ്റി പൂളിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് കോയിൻ കാണിച്ചു തരാം. നമ്മൾ സെറ കോയിൻ ഓപ്പൺ ചെയ്യുക, ഇവിടെ കറണ്ട് റേറ്റിൽ പോവുക, ഇതാ ഇവിടെ നമുക്ക് ടോട്ടൽ ഡീറ്റെയിൽസ് കാണും. ഇപ്പൊ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് $10.6 ആണ്, USDT ആണ്. 24 hour ഹൈ എന്ന് പറയുന്നത് 14.5. ഓപ്പൺ ടൈം ഇതിൽ കാണിച്ചിട്ടുണ്ട്. 24 hour ലോ 9.7. ഓപ്പൺ പ്രൈസ് 004. 24 hour വോള്യൂം 333K. ലിക്വിഡിറ്റി $1.34 million. അപ്പോ ഇതാണ് ലിക്വിഡിറ്റി. അതായത് ഇപ്പൊ നമ്മളൊരു $1000 കൊടുത്ത് സെറ മേടിക്കുമ്പോൾ ഈ $1000 എവിടേക്ക് വരുന്നത്? ഈ ലിക്വിഡിറ്റി പൂളിലേക്കാണ് ആഡ് ആവുന്നത്. അപ്പൊ നോർമലി എല്ലാ ക്രിപ്റ്റോ പ്രൊജക്ടിന്റെ ഓണേഴ്സിന് എന്തുണ്ട്? ഈ ലിക്വിഡിറ്റി പൂൾ ആക്സസ് ഉണ്ടാവും. അപ്പോൾ അവിടെ വരുന്ന ഫണ്ട് എന്ത് ചെയ്യാം? അവർക്ക് വേണമെങ്കിൽ വലിക്കാം. അവിടെ ആവശ്യത്തിന് മാത്രം ഫണ്ട് വെക്കുക. നോർമലി എല്ലാവരും അങ്ങനെ വെക്കാറുള്ളൂ, ആവശ്യത്തിനുള്ള ഫണ്ട് മാത്രമാണ് ലിക്വിഡിറ്റി പൂളിൽ വെക്കാറ്. ഇവിടെ നമ്മളുടെ പ്രൊജക്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 3 വർഷത്തേക്ക് ലിക്വിഡിറ്റി ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എവിടെ വെരിഫൈ ചെയ്യാം? നമ്മൾ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യേണ്ടത് എവിടെയാണ്? AVE.ai. ഇതാണ് നമ്മളുടെ ഓഡിറ്റിംഗ് സൈറ്റ്. അപ്പൊ ഈ ഓഡിറ്റിംഗ് സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ കോയിന്റെ ലിക്വിഡിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ LP3 എന്ന് കണ്ടോ താഴെ? LP3 ഇതാ 100% ലിക്വിഡിറ്റി ലോക്ക്ഡ് ആണ്. ഇനി അത് ലോക്ക് എൻഡ് ആവുന്ന ദിവസം 24/8/2028. അപ്പോൾ 3 വർഷത്തേക്ക് ഈ 100% ലിക്വിഡിറ്റിയും ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പറയുന്നതല്ല, ഓഡിറ്റിംഗ് അതോറിറ്റി പറയുന്നതാണ്. അപ്പൊ അതുപോലെ ഇതിന്റെ ഓഡിറ്റിംഗ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇപ്പോ ടോട്ടൽ എത്ര കോയിൻ ഡെഡ് വാലറ്റിൽ ഉണ്ട് അല്ലെങ്കിൽ ബേൺ ആയി കഴിഞ്ഞു, അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ ഡെഡ് വാലറ്റിൽ പോവാം. ഇതൊക്കെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പിങ്ക് സെയിലിൽ പോവാം. കാരണം നമ്മളുടെ ടോട്ടൽ സപ്ലൈ ഇരിക്കുന്നത് പിങ്ക് സെയിൽ എന്ന് പറയുന്ന ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്, അതായത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലാണ്, ലോക്കറിലാണ്. അതായത് കമ്പനിയുടെ കയ്യിലല്ല കോയിൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് മാനിപ്പുലേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. കോയിന്റെ റേറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ കോയിന്റെ എണ്ണം കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ ടോട്ടൽ സപ്ലൈ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? പിങ്ക് സെയിൽ എന്ന ലോക്കറിലാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ സെറയുടെ കോൺട്രാക്ട് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇപ്പൊ കറണ്ട് ലോക്ക് എമൗണ്ട് എത്രയുണ്ട്? ടോട്ടൽ 31 മില്യൺ ആയിരുന്നു. അതില് 27 മില്യൺ കോയിൻ ഇപ്പോ എവിടെയുണ്ട്? പിങ്ക് സെയിലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇപ്പോ 88% ഇതാ, അതിന് AVE.ai വരിക.
ഹോൾഡേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ കറണ്ട് ഹോൾഡേഴ്സ് എത്രയുണ്ട്? 2446 പേരാണ് ഇപ്പോൾ നിലവിൽ ഈ സെറ കോയിൻ ലോക്ക് ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ആണ് ഈ താഴെ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒക്കെ വാലറ്റ് അഡ്രസ് ഇതിന്റെ താഴെ ഉണ്ടാവും. കണ്ടോ, ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ വാലറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഓരോരുത്തരുടെ കയ്യിലുള്ള കോയിന്റെ വാല്യൂ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ആ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. കണ്ടോ, ഇതൊക്കെ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന സപ്ലൈ ആണ്. അപ്പോൾ ഈ സപ്ലൈ, ഇതിൽ ഏറ്റവും കൂടുതൽ സപ്ലൈ ഇരിക്കുന്നത് ആരുടെ കയ്യിലാണെന്ന് നോക്കിക്കേ. 89% കോയിൻ ആരുടെ കയ്യിലുണ്ട് ഇപ്പോൾ? ഈ ഒരു വാലറ്റിൽ, അതായത് ഫസ്റ്റ് ഹോൾഡറുടെ കയ്യിലാണ് 89% നിലവിലുള്ളത്. അപ്പൊ ആ വാലറ്റ് ആരുടെയാണെന്ന് നമുക്ക് പരിശോധിക്കാൻ ആ വാലറ്റിൽ തൊടുക. അവിടെ നമുക്ക് വാലറ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. വാലറ്റ് ഡീറ്റെയിലിൽ തൊടുക, കണ്ടോ, പിങ്ക് സെയിൽ ലോക്ക്. അപ്പൊ ഇപ്പൊ നിലവിൽ 89% ആരുടെ കയ്യിലാണ് ഉള്ളത്? പിങ്ക് ലോക്കറിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്ലിയർ ആയോ? സോ ഇതാണ് ഇതിന്റെ ജെന്യൂനിറ്റി. അതായത് എല്ലാം ട്രാൻസ്പാരന്റ് ആണ്, വെറുതെ നമ്മൾ പറയുന്നതല്ല. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബാലൻസ് രണ്ടാമത്തെ വാലറ്റിൽ എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് നോക്കാം. 10% സെക്കൻഡ് വാലറ്റിൽ ഉണ്ട്. അപ്പൊ ഈ 10% ഉള്ള വാലറ്റ് ആരതാണ്? അത് ഓണറുടെ വാലറ്റ് ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് വാലറ്റിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഉണ്ടോ, സെക്കൻഡ് വാലറ്റ് ഡെഡ് വാലറ്റ് ആണ്, അതായത് ബേണിംഗ് വാലറ്റ് ആണ്. അപ്പോൾ ഓൾറെഡി 31 ലക്ഷം കോയിൻ, അതായത് 3.1 മില്യൺ, സോറി 3 മില്യൺ കോയിൻ 10%, ടോട്ടൽ സപ്ലൈ സാറേ അത് 10% ആണോ ഇപ്പൊ ഡെഡ് വാലറ്റില്? ഇപ്പൊ 10%. ഇതാ ഇവിടെ നമുക്ക് കാണാം, ഇത് കണ്ടില്ലേ? ഇപ്പൊ ഡെഡ് വാലറ്റിലുള്ള പെർസെന്റേജ് നോക്കിക്കേ, 10%, 89% ഫസ്റ്റ് വാലറ്റ്. അതിനിങ്ങനെ പെർസെന്റേജ് കൂടൂല ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോ? തീർച്ചയായും കൂടും. ഈ പെർസെന്റേജ് കൂടിക്കൊണ്ടിരിക്കും. ഓരോ ട്രാൻസാക്ഷനിൽ പെർസെന്റേജ് കൂടിക്കൊണ്ടിരിക്കും. ഒരു ട്രാൻസാക്ഷനില് ഒരു ബൈ ചെയ്യുമ്പോൾ ഒരു സെല് ചെയ്യുമ്പോൾ എത്ര ഫീ വരുന്നത്? എത്ര പെർസെന്റേജ്? 4% ആണ് നമുക്ക്. അത് 3% ടാക്സ് ആണുള്ളത്. അതില് 1.5% ബേണിംഗിലേക്ക് പോകും. 1.5% ഇവരുടെ പാൻകേക്ക് സ്വാപ്പിന്റെ ചാർജസ് ഉണ്ട്. പിന്നെ ബാലൻസ് എമൗണ്ട് നമുക്ക് റിവാർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ ടോട്ടൽ 4% ആണ് സ്ലിപ്പേജ് വെച്ചിരിക്കുന്നത്. സ്ലിപ്പേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ചാർജ് ആണ്, ശരിക്കും സ്വാപ്പ് ചെയ്യുന്ന ചാർജ് ആണ്. അപ്പൊ ഈ സ്ലിപ്പേജിൽ നിന്നുള്ള 1.2%, 50%, നോർമലി 50% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ സ്ലിപ്പേജിലേക്ക് പോകുന്ന അതിന്റെ 50% ആണ് ബേണിംഗിലേക്ക് പോവുക. അപ്പൊ അങ്ങനെ ബേണിംഗ് ആവും. രണ്ടാമത് നമ്മൾ കോയിൻ അയക്കൂലേ, ട്രാൻസ്ഫർ ചെയ്യില്ലേ? ഇപ്പൊ വാലറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ലേ? നിങ്ങൾ ടോക്കൺ പോക്കറ്റിൽ നിന്ന് വേറൊരാളുടെ അഡ്രസ്സിലേക്ക് ടോക്കൺ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അപ്പോഴും ഒരു എമൗണ്ട് കട്ടാവുന്നുണ്ട്. അതിലും ആ എമൗണ്ടും ബേണിംഗിലേക്കാണ് പോവുക. അതായത് ടോക്കൺ പോക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ പോകുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ ഒരു $10 10 സെറ ട്രാൻസ്ഫർ ചെയ്ത് നോക്കി, അവിടെ നിങ്ങൾക്ക് ചാർജ് കാണാൻ സാധിക്കും. നിങ്ങൾ എത്രയാണോ അയച്ചത് അതിന്റെ ചാർജ് പോയിട്ട് ബാലൻസ് എമൗണ്ട്. ഇപ്പൊ ഒരു സെറയില്ല, 0.1 സെറയോ 0.12 സെറ അങ്ങനെ എന്തോ ഒരു ചാർജ് ഒരു ട്രാൻസാക്ഷന് കട്ടാവാറുണ്ട്. 11 സെറയൊക്കെ അയക്കുമ്പോൾ 11.2 സെറ അയക്കുമ്പോൾ 10.09 08 അങ്ങനെയാ ബാലൻസ് വരാറുള്ളൂ. ഓക്കെ സർ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ രണ്ടാമത്തെ വാലറ്റ് നമ്മൾ പരിശോധിച്ചു. 89% ഫസ്റ്റ് വാലറ്റിലുണ്ട്, അത് പിങ്ക് ലോക്കറിന്റെ വാലറ്റ് ആണ്. രണ്ടാമത്തെ വാലറ്റിൽ 10% കോയിൻ ഇരിക്കുന്നുണ്ട്, അത് ഡെഡ് വാലറ്റ് ആണെന്ന് കണ്ടു. മൂന്നാമത്തെ വാലറ്റിൽ 0.3% ഉണ്ട്. ഇത് ആരുടെ വാലറ്റ് ആണെന്ന് പരിശോധിക്കാം. BAC6 എന്നുള്ള വാലറ്റ്. അപ്പൊ ആ വാലറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. വാലറ്റ് ഡീറ്റെയിലിൽ പോവാ, അവിടെ നമുക്ക് കാണാം ഇത് 5BAC എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ട് ആണ്. അപ്പൊ ഈ വാലറ്റ് ആരുടേതാണെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് പിങ്ക് ലോക്കിൽ പോവാം. പിങ്ക് ലോക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ അവിടെ ഈ ഫസ്റ്റ് കാണുന്ന വാലറ്റ് അവരുടെയാണ്, കണ്ടോ, BAC6. ആ വാലറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് നമ്മളുടെ ഡെവലപ്പറുടെ വാലറ്റ് ആണെന്ന് കാണാൻ സാധിക്കും. അതായത് ഈ പ്രോഗ്രാമിന്റെ സെറ ഡെവലപ്പേഴ്സിന്റെ വാലറ്റ് ആണ് ഈ വാലറ്റ്, കണ്ടോ, B5AC6. അപ്പൊ ഇവർക്ക് കിട്ടുന്നത് ഓരോ ആഴ്ചയിലും 0.16% ആണ്. അപ്പൊ ടോട്ടൽ സപ്ലൈയുടെ ഈ 0.3-0.4% മാത്രമാണ് ആർക്ക് കിട്ടുള്ളൂ? ഈ ഓണർക്ക് കിട്ടുള്ളൂ. അത് എങ്ങനെയാ റിലീസ് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് 0.16% വെച്ചിട്ട് അവർക്ക്
620 തവണകളായിട്ട് 2037 ഈ എയർ ഡ്രോപ്പ് ഇവർക്ക് 0.16%, അതായത് 4000 ജെറ വെച്ചിട്ടാണ് വീക്കിലി ആഴ്ചയിൽ ഇവർക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു സാധാരണ എല്ലാ ഡെവലപ്പറുടെ കയ്യിലും 50% മേലെ കോയിൻ ഓണറുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടുത്തെ അഡ്വാൻറ്റേജ് കണ്ടോ, ആകെ 0.3-0.4% മാത്രമേ അവർക്ക് വരുള്ളൂ. അതും എങ്ങനെയാ വരുന്നത്? ഓരോ ആഴ്ചയിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 620 തവണകളായിട്ടാണ് ഈ ഓണർക്ക് അല്ലെങ്കിൽ ഈ ഡെവലപ്പർക്ക് കോയിൻ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് മാർക്കറ്റിൽ കോയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ഇനി കോയിന്റെ റേറ്റ് പമ്പിങ് ഡംപിങ് നടക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ടോട്ടൽ സപ്ലൈയുടെ നിങ്ങൾ PDF ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഫസ്റ്റ് ബൈ ചെയ്ത കോയിൻ, അതായത് കോയിൻ മാർക്കറ്റിലേക്ക് വന്ന സമയമുണ്ടല്ലോ, $1 വരെ ഉണ്ടായിരുന്ന കോയിനില് ഏകദേശം 4,55,000 കോയിൻ, അതായത് 0.004, 0.05, 0.1 റേറ്റ്, 0.2, അങ്ങനെ ഒരു 0.7 റേറ്റ് വരെ ഉണ്ടായിരുന്ന കോയിന് ഈ ഡെവലപ്പർ തന്നെ മേടിച്ചിട്ട് ബേൺ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഫസ്റ്റ് PDF ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ആ കുറഞ്ഞ റേറ്റിലുള്ള കോയിനും ഇല്ല, അതും ബേണിംഗ് വാലറ്റിലേക്ക് പോയി. അങ്ങനെയാണ് ഈ 10% കോയിൻ ഇപ്പോൾ ഓൾറെഡി 30 ലക്ഷം കോയിൻ, അതായത് ആദ്യത്തെ കുറഞ്ഞ റേറ്റിൽ ഉണ്ടായിരുന്ന 30 ലക്ഷം കോയിനും ബേണിംഗ് വാലറ്റിലേക്ക് അയച്ചു. അപ്പൊ അതുകൊണ്ടാണ് മാർക്കറ്റിനെ ഇന്ന് ആർക്കും കൊളാപ്സ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഈ $1 ഇന്ന് $10 എത്താനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇപ്പം ഉള്ള സെല്ലിംഗ് എന്ന് പറയുമ്പോൾ, ഇന്നലെ നടന്ന സെല്ലിംഗ് എന്ന് പറയുന്നത് ട്രേഡേഴ്സ് വന്നു. അപ്പോൾ ഇന്നലെയൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മളുടെ ലിക്വിഡിറ്റി വെറും $4 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ. ആ $4 ലക്ഷം ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി ആണ് ഇന്ന് എത്രയിലേക്ക് കയറിയത്? 1.3 മില്യൺ ലിക്വിഡിറ്റിയിലേക്ക് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ 1.3 മില്യൺ ലിക്വിഡിറ്റി വരാനുള്ള കാരണം ഇത്രയും 1000 മെമ്പേഴ്സ് ആണ് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സെറയിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത്. അപ്പൊ അവിടെ ഇൻവെസ്റ്റേഴ്സും വന്നിട്ടുണ്ടാവും, സെല്ലേഴ്സും വന്നിട്ടുണ്ടാവും, അതായത് ബൈ സെല്ല് ചെയ്യുന്ന ട്രേഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ട്രേഡേഴ്സ് എന്താണ്, ഇപ്പൊ $8 മേടിച്ചു, $10 വിറ്റു, അല്ലെ $14 വിറ്റു. അപ്പൊ ഇങ്ങനെയുള്ള ട്രേഡിംഗ് നടക്കണം. ട്രേഡിംഗ് നടന്നാൽ മാത്രമേ നമ്മൾ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കോയിന്റെ റേറ്റ് ഒരേപോലെ പോവാതെ മാർക്കറ്റിൽ താഴണം കയറണം, ഇങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ട്രെൻഡ് എപ്പോഴും ഉണ്ടാവണം. ഇത് കണ്ടോ, ഇപ്പൊ 10.7 ഇറങ്ങിയിട്ട് കോയിൻ ഇപ്പോൾ റേറ്റ് കയറുന്നുണ്ട്. അപ്പൊ അങ്ങനെ മാർക്കറ്റിൽ കോയിൻ ബൈയും സെല്ലും നടന്ന് കോയിൻ സ്റ്റേബിൾ ആവണം, അതാണ് എപ്പോഴും നല്ലത്. കണ്ടോ, ഇപ്പൊ ഇവിടെ 10.4 ഇറങ്ങി, അവിടുന്ന് പിന്നെ 10.6 കയറി. അപ്പൊ ബയേഴ്സ് നടക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പൊ തന്നെ എത്ര ബൈ നടന്നിട്ടുണ്ടെന്ന് നോക്കി. കണ്ടോ, ബൈ നടക്കുന്നുണ്ട്, സെല്ല് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ബൈയും സെല്ലും നടക്കുമ്പോഴാണ് അതൊരു സ്റ്റേബിൾ സ്ട്രോങ് കോയിൻ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് കാർഡാണ്, നമ്മളുടെ വിസ കാർഡാണ് ശരിക്കും ഇന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കാരണം ശരിക്കും ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് പ്ലാൻ പോലെ ഇതിനെ നമുക്ക് കൊണ്ടുപോകാം. കാരണം ഇവിടെ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, നിങ്ങൾ ലോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പിങ്ക് ലോക്കറിലാണ്. അപ്പൊ അതും ഞാൻ നിങ്ങൾക്ക് വേണേൽ കാണിച്ചു തരാം. നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്ന കോയിൻ എവിടെയാണ് ഇരിക്കുന്നത് എന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അതും ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു സംശയം അതൊരു ഇതാണ്. ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആർക്കാണ് പോണത്, കമ്പനിക്കാണോ, അതൊക്കെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഇപ്പൊ എൻ്റെ വാലറ്റില് 495 സെറ ഒരു 360 ദിവസത്തേക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 495 സെറ 360 ദിവസത്തേക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്, 800 സെറ 360 ദിവസത്തേക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 360 ദിവസത്തേക്ക് ലോക്ക് ചെയ്തിട്ടുള്ള കോയിൻ, ഈ ഇത്രയും കോയിൻ ആരുടെ കയ്യിലാണുള്ളത്? കമ്പനിയുടെ കയ്യിലല്ല, ഇത് എൻ്റെ ലോക്കറിൽ ഞാൻ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ ലോക്കറിൽ വെച്ച് പൂട്ടിയതിനാണ് എനിക്ക് എന്ത് തരുന്നത്? അപ്പൊ ഞാൻ മാർക്കറ്റിലെ സപ്ലൈയെ കൺട്രോൾ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഒരു വലിയൊരു പോയിന്റ് ആണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് இப்ப தமிழ் மக்களுக்கு அது கூட சொல்றேன். இப்ப பாருங்க, என்னோட வாலெட்ல 495 800 இவ்வளவு காயின் நான் என்னோட வாலெட்ல லாக் பண்ணி வச்சிருக்கோம். ஆக்சுவலி இது எங்க இருக்குது? என்னோட பர்சனல் லாக்கர்ல தான் இருக்குது. இது யாரோட அக்கௌண்ட்டுக்கும் நான் கொடுக்கல, கம்பெனிக்கு அனுப்பல, என்னோட வாலெட்ல என்னோட லாக்கர்ல நான் வச்சிருக்கோம். அப்ப அது எங்க இருக்குன்னு நான் காமிக்கிறேன் பாருங்க. நீங்க உங்களோட வாலெட் அட்ரஸ் எடுத்துட்டு பிங்க் சேல் வரணும். பிங்க் சேல் தான் லாக்கர். இந்த லாக்கர்ல தான் நான் என்னோட காயின் வச்சிருக்கோம். ஸோ பிங்க் சேலுக்கும் கம்பெனிக்கும் எந்த கனெக்ஷனும் கிடையாது. ஸோ പിങ്ക് സെയിലിനും കമ്പനിക്കും ഒരു കണക്ഷനും ഇല്ല. ഇത് രണ്ട് ഇതാണ്. പിങ്ക് സെയിലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ
ഡീസെൻട്രലൈസ്ഡ് ലോക്കർ ഫെസിലിറ്റി. അതായത് ക്രിപ്റ്റോ കറൻസി, നിങ്ങൾ ബിറ്റ് കോയിനോ എത്തേറിയമോ ഏത് കോയിൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലോക്കറിൽ വെച്ച് പൂട്ടി വെക്കാം. അപ്പോൾ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താ? ഇപ്പൊ നമ്മളുടെ കയ്യിൽ കോയിൻ ഇരുന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പൊ ബിറ്റ് കോയിൻ 2008 അല്ലെ 2016 25,000 രൂപയ്ക്ക് ബിറ്റ് കോയിൻ കിട്ടിയായിരുന്നു. നമ്മുടെ കയ്യിൽ കോയിൻ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് പറ്റും? 1,00,000 രൂപയായി, ബിറ്റ് കോയിൻ വിറ്റ് കളഞ്ഞു. ഇന്ന് 1 കോടി രൂപയായപ്പോൾ നമ്മുടെ കയ്യിൽ വിൽക്കാൻ കോയിൻ ഇല്ല. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പലരും ലോക്കറിൽ വെച്ച് പൂട്ടി വെക്കും. അപ്പൊ അത്ര സമയം, ആ ഡ്യൂറേഷൻ 360 ദിവസത്തേക്ക് ഞാൻ ഇനി എന്റെ കോയിൻ തൊടുന്നില്ല. അപ്പൊ അത് റേറ്റ് കൂടിയാലും കുറഞ്ഞാലും അത് അവിടെ ഇരുന്നോട്ടെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത്രയും കോയിൻ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചു. അപ്പൊ കോയിൻ 360 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ $1,000 ആയിരിക്കാം, അല്ല $10,000 ആയിരിക്കാം, അല്ല $100 ആയിരിക്കാം, ചിലപ്പോൾ $10 ആയിരിക്കാം. എന്താണെങ്കിലും അന്നത്തെ റേറ്റിനെ ഞാൻ ആ കോയിൻ വിൽക്കുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ച് ഞാൻ ലോക്കറിൽ വെച്ചു. എവിടെ വെച്ചു? എന്റെ ലോക്കറിൽ വെച്ചു. അതുകൂടെ കാണിച്ചിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇതാ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പിങ്ക് ലോക്ക് എന്ന് പറഞ്ഞ ഒരു ലോക്കർ കാണും. ഈ ലോക്കറിൽ ടോക്കൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ടോക്കൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ കോയിന്റെ ഡീറ്റെയിൽസ് കാണാം. ഇതാ അവിടെ മൈ ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ആണ്, കണ്ടോ? ഈ മൈ ലോക്കിൽ ഇപ്പൊ ഇത് എന്റെ ലോക്കറാണ്, കണ്ടോ? എന്റെ ലോക്കറിൽ എത്രയുണ്ട്? 495, ഒരു 495, 800. ഇപ്പൊ ഞാൻ സെറ കോൺട്രാക്റ്റിൽ പോയി ലോക്ക് ചെയ്ത കോയിൻ സെറയുടെ അക്കൗണ്ടിലേക്ക് അല്ല പോയിരിക്കുന്നത്, എന്റെ ലോക്കറിലാണ് ഇതിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കമ്പനിക്കും പൈസ കൊടുക്കണില്ല, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും അല്ല, ഇതിനകത്ത് ROI ഇല്ല. അപ്പോ ഇങ്ങനെ ഞാൻ ഇത്രയും കോയിൻ ലോക്ക് ചെയ്തത് കൊണ്ട് കമ്പനിക്കുള്ള ബെനിഫിറ്റ് എന്താ? അവരിതിനെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കോയിൻ നിങ്ങളുടെ വാലറ്റിൽ ലോക്ക് ചെയ്യുന്നതിന് കമ്പനി നിങ്ങൾക്ക് എന്താ തരണേ? ടോട്ടൽ സപ്ലൈയിൽ നിന്നും ഫ്രീ എയർ ഡ്രോപ്പ്, അതായത് 3% വരെ ഒരു ദിവസം ഫ്രീ എയർ ഡ്രോപ്പ് ആണ് തരുന്നത്. അപ്പൊ നമ്മൾ എത്രയാണോ എമൗണ്ട് ലോക്ക് ചെയ്തിട്ടുള്ളത് അതിന്റെ ആവറേജ്, അതിന്റെ പെർസെന്റേജ് അനുസരിച്ചാണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുക. അപ്പൊ ഡ്യൂറേഷൻ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ദിവസം ലോക്ക് ചെയ്തിട്ടുള്ളവർക്കാണ് കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും കോയിൻ ഞാൻ ലോക്ക് ചെയ്തതിന് എനിക്ക് ഡെയിലി എത്ര എയർ ഡ്രോപ്പ് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് എവിടെ കാണാം? ഇവിടെ പാസീവ് ഇൻകം എന്നുള്ള ഒരു ഓപ്ഷനിൽ പോവാം. അവിടെ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കാണാം. അപ്പൊ എയർ ഡ്രോപ്പ് നമുക്ക് ഇന്നലെ കിട്ടിയ എയർ ഡ്രോപ്പ് ഞാൻ നോക്കട്ടെ. ഡെയിലി പ്രോഫിറ്റ് ഒരു 2.2 സെറ പ്ലസ് ഒരു 2.2 സെറ പ്ലസ് 3.6 സെറ. അപ്പൊ ഏകദേശം 8 സെറ അല്ലെ? 1 2 3 8 സെറ രാവിലെ കിട്ടിയിട്ടുണ്ട്, അല്ല സോറി രാത്രി കിട്ടിയിട്ടുണ്ട്. രാവിലെ കിട്ടിയത് പ്ലസ് 2.32 പ്ലസ് 2.32 പ്ലസ് 3.76. അപ്പൊ ഏകദേശം 16.4 സെറയാണ് എനിക്ക് ഒരു ദിവസം ഫ്രീ എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ 16.4 സെറയ്ക്ക് ഇന്നലെ റേറ്റ് എത്ര ഉണ്ടായിരുന്നു? $14.7 വന്നിരുന്നു. അതായത് $241. 241 USDT ഉണ്ട് 95 രൂപ എന്ന് പറഞ്ഞാൽ 22,900 രൂപ. ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. എന്തിനാണ് എനിക്ക് ഇത്ര 22,000 രൂപ കിട്ടിയത്? എന്റെ സെറ കോയിൻ ഞാൻ വിൽക്കാത്തില്ല എന്ന് പറഞ്ഞ് എന്റെ പിങ്ക് സെയിൽ ലോക്കറിൽ ലോക്ക് ചെയ്ത് വെച്ചതിന് ഫ്രീ എയർ ഡ്രോപ്പ് കിട്ടി. അപ്പൊ ഈ ഫ്രീ എയർ ഡ്രോപ്പ് എനിക്ക് 30 ദിവസം കിട്ടിയാൽ, കോയിന്റെ റേറ്റും കൂടി കഴിഞ്ഞാൽ, ഒരു മാസത്തെ എയർ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ക്യാപിറ്റൽ തിരിച്ചു വന്നില്ലേ? ഞാൻ ലോക്കറിൽ വെച്ച് പൂട്ടിയത് അതേപോലെ ഇരിക്കുകയും ചെയ്യും. എനിക്ക് ഡെയിലി വരുന്ന എയർ ഡ്രോപ്പ് എനിക്ക് എൻജോയ് ചെയ്യാനും പറ്റും. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ മാസമൊക്കെ ലോക്ക് ചെയ്തവരുടെ ഇതാലോചിച്ച് നോക്കി. കഴിഞ്ഞ മാസം $1 റേറ്റിൽ 1000 കോയിൻ ലോക്ക് ചെയ്തു. അവർക്ക് ഇന്നലെ കിട്ടിയ കോയിൻ എത്രയാ? 10 കോയിൻ. 10 കോയിൻ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? ഇൻറ്റു $14, $140 കിട്ടി ഒരു ദിവസം. അവരാകെ വെച്ചിരിക്കുന്നത് $1000 വർത്ത് കോയിനാണ്. $1000 ഒരു ദിവസം തന്നെ $14,000 കിട്ടിയിട്ടുണ്ട്, അല്ല 14,000 രൂപ കിട്ടി. ഇതാണ് ഈ ഒരു പ്രൊജക്ടിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ എത്രയും കൂടുതൽ കോയിൻ ഈ ഒരു 3 വർഷം കൊണ്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുമോ അത് ലോക്ക് ചെയ്യുക, എത്ര കോയിൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ അത് കളക്ട് ചെയ്യുക. അപ്പൊ ഫ്രീ എയർ ഡ്രോപ്പ് മിസ്സാക്കരുത്. അപ്പൊ മാക്സിമം നിങ്ങൾ ലോക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. വെറുതെ നിങ്ങൾ വാലറ്റിൽ വെച്ചിട്ട് വില കൂടുമ്പോൾ വിൽക്കാം. ട്രേഡർ ആവരുത് എപ്പോഴും. ട്രേഡർ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം നമുക്ക് അവിടെ ലോസ് ഉണ്ടാവാം, പ്രോഫിറ്റ് ഉണ്ടാവാം.
കാരണം ഓരോ പ്രാവശ്യം ബൈ ചെയ്യുമ്പോഴും സെല് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 4% സ്ലിപ്പേജ് പോകും. അപ്പൊ അത് നിങ്ങൾക്ക് നഷ്ടമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വേണം നിങ്ങൾക്ക് ലാഭം കിട്ടാൻ. അപ്പൊ നിങ്ങൾ $10 മേടിച്ചിട്ട് $15 എത്തുമ്പോൾ വിൽക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈന്യൂട്ട് പ്രോഫിറ്റേ കിട്ടുള്ളൂ. അതേസമയം ആ $15 ആവാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾ ലോക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വില കൂടുകയോ കുറയുകയോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് വിറ്റ് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോ എയർ ഡ്രോപ്പ് കിട്ടുന്നതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ക്ലിയർ ആയി? ഹലോ, ഗുഡ് മോർണിംഗ് സാർ. Good ഞാൻ morning. ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഞാനൊരു ഹൈസ്കൂൾ ടീച്ചറാണ്. അപ്പൊ Okay. അതിന് വലിയ പോസിബിലിറ്റി ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് കുറച്ച് ശ്രദ്ധിച്ചത്. അപ്പൊ സൂം കയറി. അപ്പൊ ഇതില് ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ടിട്ട് 3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ഹോൾഡിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇതില് സാറിന്റെ ഒരു പ്രഡിക്ഷൻ, നല്ല ചോദ്യം എന്നല്ല ചോദിക്കുന്നത്, എന്നാലും ഒരു ജോക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സാറിന്റെ ഒരു പ്രഡിക്ഷൻ, ഇപ്പൊ നമ്മളെ ഹോൾഡേഴ്സിന്റെ കണക്ക് നമുക്കറിയാം. ഒരു 20,000 അല്ലെങ്കിൽ ഒരു 25,000 ഹോൾഡേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് സാറിന്റെ ഒരു പ്രഡിക്ഷൻ എന്താണ് നമ്മളെ റേറ്റ്? മേ ബി പ്രഡിക്ഷൻ ഞാൻ പറയാൻ പറ്റില്ല, കാരണം നാളെ എന്നിട്ട് എന്നോട് ഒന്ന് ചോദിക്കും, ആ ചേട്ടനല്ലേ പറഞ്ഞേ അത്ര ആവുമെന്ന്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. വെറും $1 ഉണ്ടായിരുന്ന കോയിൻ 2000 പേര് വന്നപ്പോഴേക്കും $14 എത്തി. ഓക്കെ. അപ്പൊ 20,000 പേര് വരുമ്പോ 2 ലക്ഷം പേര് വരുമ്പോ എത്ര ആവാം എന്ന് ഊഹിക്കുക. കാരണം ഇത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് നമ്മൾ കണ്ടു. പിന്നെ ടോക്കൺ സപ്ലൈ ലിമിറ്റഡ് ആണ്. 2 കോടി 10 ലക്ഷം കോയിനേ ഉള്ളൂ മാർക്കറ്റില്. അതില് മാക്സിമം സപ്ലൈ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് അത് എക്സ്ചേഞ്ചിലേക്ക് വരുന്നത് എങ്ങനെയാ? നമ്മൾ വിൽക്കുമ്പോഴാണ് എക്സ്ചേഞ്ചിൽ കോയിൻ വരുള്ളൂ, അല്ലെ? അതെ അതെ. എക്സ്ചേഞ്ചിലേക്ക് കോയിൻ വരുന്നില്ലല്ലോ, കാരണം കോയിൻ ഇരിക്കുന്നത് മൊത്തം എവിടെയാണ്? പിങ്ക് സെയിലാണ് ഇരിക്കുന്നത്. അതെ. പിങ്ക് സെയിലിൽ ഇരിക്കുന്ന കോയിൻ എയർ ഡ്രോപ്പ് ആയിട്ട് മാത്രമാണ് കസ്റ്റമേഴ്സ് പബ്ലിക്കിന് കിട്ടുന്നുള്ളൂ. ഈ പബ്ലിക്കിന് കിട്ടുന്ന കോയിൻ, ഇപ്പൊ എനിക്ക് കിട്ടുന്ന കോയിൻ, അല്ലെ ലാലേട്ടന് കിട്ടുന്ന കോയിൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രദീപേട്ടന് കിട്ടുന്ന കോയിൻ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം റേറ്റ് വന്ന് വിൽക്കാനായിട്ട് നമ്മൾ ഇപ്പൊ വിൽക്കില്ല ആരും, അല്ലെ? അതെ അതെ. എന്നാൽ ഡെയിലി ചെലവിനും എക്സ്പെൻസിനും വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് അന്നത്തെ കാര്യങ്ങൾ നടക്കണം. അപ്പൊ അതിനു വേണ്ടി വിൽക്കുന്നവരും ഉണ്ട്. ചില ആൾക്കാർ ട്രേഡിങ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വില കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടി മേടിച്ച് വെക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണ് ഇപ്പൊ ഇന്നലെയൊക്കെ വിറ്റിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോയിനൊക്കെ വിറ്റു പോകണം. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങളൊക്കെ $1 മേടിച്ച് $2 ആയപ്പം പല ആൾക്കാരും വിറ്റിട്ടുണ്ട്. അവർക്ക് ആ കോയിൻ എന്നേക്കുമായി പോയി. അതേസമയം ലോക്ക് ചെയ്തിട്ടുള്ളവർക്ക് കോയിൻ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പ് വിറ്റാലും നമ്മളുടെ ലോക്ക് ചെയ്ത കോയിൻ അതേപടി അവിടെ ഇരിക്കുന്നുണ്ട് 1 വർഷത്തേക്ക്. അപ്പൊ ആ ഡെയിലി കിട്ടുന്ന എയർ ഡ്രോപ്പ് വിറ്റാലും നമുക്ക് നഷ്ടമില്ല. അപ്പൊ ഇവിടെ നമുക്ക് പ്രൈസിന്റെ കാര്യം നോക്കുമ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ വിൽക്കുന്ന കോയിൻ മാത്രമേ എയർ ഡ്രോപ്പ് നമ്മളുടെ പാൻകേക്ക് സ്വാപ്പ് എക്സ്ചേഞ്ചിലേക്ക് വരുന്നുള്ളൂ. ഈ എക്സ്ചേഞ്ചിൽ വരുന്ന കോയിൻ എന്ത് ചെയ്യുന്നു? നമ്മൾ 2000 പേര് പുതിയ ആൾക്കാരിലേക്ക് ഈ സംഭവം എത്തിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എയർ ഡ്രോപ്പ് കിട്ടുന്നുണ്ട്, മേടിച്ചു വെച്ചോളാം നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? പുതിയ കസ്റ്റമേഴ്സ് വരുന്നു. അവർക്ക് കോയിൻ എവിടുന്ന് മേടിക്കണം? ലോക്ക് ചെയ്യണമെങ്കിൽ എക്സ്ചേഞ്ചിൽ നിന്ന് മേടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പിങ്ക് സെയിലിൽ പോയിട്ട് ഡയറക്റ്റ് അവർക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എക്സ്ചേഞ്ചിൽ നിന്ന് ഇവർ കോയിൻ മേടിക്കുമ്പോൾ എക്സ്ചേഞ്ചിലെ കോയിൻ സപ്ലൈ കുറയും. എക്സ്ചേഞ്ചിലെ കോയിൻ സപ്ലൈ കുറഞ്ഞാൽ റേറ്റ് കൂടുവോ കുറയോ? അപ്പൊ എക്സ്ചേഞ്ചിൽ നിന്ന് കോയിൻ സപ്ലൈ കുറയുന്നു, റേറ്റ് കൂടുന്നു. അതുപോലെ മാർക്കറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ടോട്ടൽ സപ്ലൈ 2 കോടി 10 ലക്ഷം ഉള്ളൂ. ഇപ്പൊ ബിറ്റ് കോയിന് പോലും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ. നമ്മള് എല്ലാവരും 360 ദിവസത്തേക്ക് ലോക്ക് ചെയ്ത് വെക്കുകയാണ് കോയിൻ. നമ്മൾ ഫ്യൂച്ചറിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഇന്ന് വിൽക്കുന്നില്ല, കോയിന്റെ റേറ്റ് കൂടിയിട്ടേ ഞാൻ വിൽക്കുള്ളൂ, $1000 ആയിട്ടേ ഞാൻ വിൽക്കുള്ളൂ, അല്ല $10,000 ആയിട്ടേ ഞാൻ വിൽക്കുള്ളൂ. ഇങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? 360 ദിവസത്തേക്ക് ലോക്ക് ചെയ്ത് വെക്കുമ്പോ മാർക്കറ്റിലെ സപ്ലൈ പിന്നെയും കുറയുമല്ലേ? ടോട്ടൽ സപ്ലൈ 2 കോടി ഉണ്ടെങ്കിലും 2 കോടി പുറത്തില്ലല്ലോ. സർക്കുലേഷൻ സപ്ലൈയിൽ എത്ര ഉണ്ടാവുള്ളൂ? വളരെ കുറച്ച് കോയിനെ സർക്കുലേഷൻ സപ്ലൈ ഉണ്ടാവുള്ളൂ. അപ്പൊ റേറ്റ് കൂടുവോ കുറയോ എന്നുള്ളത് ചേട്ടൻ തന്നെ ഗസ് ചെയ്തോളാം. മാഷൊരു ചോദ്യത്തിൽ ഒരു പ്രസക്തി ഉണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ BTCന്റെ എണ്ണവും നമ്മുടെ സിറാക്കോയിന്റെ എണ്ണവും ഏകദേശം 2 കോടി 10 ലക്ഷത്തിലേക്ക് തന്നെയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ BTC എന്ന് പറയുന്ന സാധനത്തിന് ഒരു പ്രൊജക്റ്റും ഇല്ല. നിങ്ങളൊരു പ്രൊജക്റ്റും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം BTCക്ക് ഒരു പ്രൊജക്റ്റും ഇല്ല. അതേപോലെ നമ്മളെ എതേറിയത്തിന് ഒരു പ്രൊജക്റ്റും ഇല്ല. ഇത് ആകെ പ്രൊജക്റ്റ് ഉള്ളത് BNBക്കാണ്, ബൈനാൻസ്. അത് ലെയർ 1 കോയിനാണ്. പക്ഷെ ഈ 3 കോയിനും, ഈ ലെയർ 1 കോയിനുകളായ ഈ 3 കോയിനുകളും നല്ല രീതിയിൽ അതിന്റെ വില ഭയങ്കരമായിട്ട് കയറിയുന്നില്ല. BTC നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. പക്ഷെ പ്രൊജക്റ്റ് പോലും ഇല്ലാതെ BTCന്റെ റേറ്റ്
നല്ല രീതിയിൽ കയറി. അമേരിക്കയിൽ പണ്ട് ഒരു പയ്യൻ നമ്മളെ അതുലിന്റെ സൂമിൽ പറഞ്ഞൊരു കഥയാണ്. ഒരു പിസ വാങ്ങിക്കുന്ന പൈസക്ക് അവൻ BTC വാങ്ങിച്ചു. ഇന്ന് അമേരിക്കയിൽ ഒരു വലിയ പണക്കാരനാവേ. അതുപോലെ ഒന്നും വായിക്കില്ലെങ്കിലും നമുക്കൊരു $50 ഞങ്ങൾ ഡിസംബറിലേക്ക് ഞാനും സുനിൽ സാറൊക്കെ പറഞ്ഞു വെച്ചാൽ $10 ആവുന്ന ഡിസംബറിൽ. പക്ഷെ അതും കടത്തി വെട്ടിയ രീതിയിലുള്ള പോക്കാണ് ഇപ്പവും പോകുന്നത്. അപ്പോൾ ഡിസംബറിൽ എത്രയാവും ഞങ്ങൾ പ്രൊഡക്ഷൻ നടത്തിയ ഇത്രയാവും എന്നുള്ളതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് എത്രയാവും എന്ന്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും എത്രയോ അപ്പുറത്തേക്കാ പോവുക. ഇതിന് നല്ലൊരു പ്രൊജക്റ്റും ഉണ്ടല്ലോ. ഇതിന്റെ കോയിൻ ഉപയോഗിച്ച് നമുക്ക് പിന്നെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാർഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ നമ്മൾ കൊടുക്കുന്ന ബൈ ചെയ്യുമ്പോൾ ലഭിക്കുന്ന USDT ഒക്കെ 2028 വരെ ലോക്കാണ്. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഈ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സംഭവം ഇതിനകത്തില്ല. അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ ഇതിന്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് ജെന്യൂൻ ആണെന്നുള്ളത് നമുക്ക് ആർക്കും എവിടെയും കയറി പരിശോധിക്കാൻ. ഇപ്പോൾ സുനിൽ സാറ് നമുക്ക് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് ആ രീതിയിലാണ് നമുക്ക് ഇത് പഠിപ്പിച്ചിരുന്നത്. നമ്മളിത് കേരളത്തിൽ തന്നെ നമ്മളെ ഈ ഫാമിലിയുള്ള ഫാമിലിയുള്ള ആളുകൾക്ക് നമ്മളൊരു 3 കേന്ദ്രങ്ങളിൽ വെച്ച് അതിപ്പോൾ അനൗൺസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പറയില്ല. എങ്കിലും ഒരു സുനിൽ സാറിന്റെ അതുപോലെ മറ്റുള്ള ലീഡേഴ്സിന്റെ ഒക്കെ ആഗ്രഹം വെച്ചാൽ 3 കേന്ദ്രങ്ങളിൽ വെച്ച് നല്ലൊരു ടെക്നിക്കൽ ട്രെയിനിങ് ക്രിപ്റ്റോ ആയിട്ട് എല്ലാവർക്കും കൊടുക്കണം എന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഒരു ട്രിപ്പ് ഒരു 150 പേര് ഉൾപ്പെടെയുള്ള ഒരു ഗോവ ട്രിപ്പ് അനൗൺസ് ചെയ്യാനായിട്ടില്ല. അത് അതിന്റെ ഒരു പ്ലാനിങ് നടക്കുന്നേ ഉള്ളൂ. അതുപോലെ കമ്പനിയുടെ ഒരു ട്രിപ്പ് ഉണ്ട് നമുക്ക് മലേഷ്യയിൽ ഓഫീസ് കാണാൻ. അപ്പൊ ഇതൊക്കെ ഇനി ഫ്യൂച്ചറിൽ മുന്നോട്ട് വരുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഒക്കെ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഇടക്കിടക്ക് നമുക്ക് ഒരു ഫാമിലി മീറ്റ് പോലെ സിറ ഫാമിലി മീറ്റ് നമുക്ക് സംഘടിപ്പിക്കണം. അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടി തരും. പുതിയ ലോകത്ത് നടക്കുന്ന ക്രിപ്റ്റോ വിപ്ലവത്തെ പറ്റി നിങ്ങൾ അറിയണം. അതിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാം അതെല്ലാം നിങ്ങൾ പഠിക്കണം. ലോകത്ത് വരുന്ന പുതിയ ക്രിപ്റ്റോയിൽ വരുന്ന മാറ്റങ്ങളെ പറ്റി പഠിക്കണം. കോഴിക്കോട് ഒരു എൻക്ലേവ് നടക്കാൻ പോവുകയാണ്. അതിനകത്ത് പിന്നെ സുനിൽ സാർ പറഞ്ഞ ചിലപ്പോൾ നമ്മുടെ സ്റ്റാൾ അതിനകത്ത് വരും എന്നുള്ളതാണ്. അത് കൺഫർമേഷൻ ആയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ അറിയിക്കും. അതുപോലുള്ള പല എൻക്ലേവുകളും അതുപോലുള്ള സെമിനാറുകളിലൊക്കെ നമുക്ക് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ആളുകളെ പങ്കെടുപ്പിക്കുക, പുതിയ അറിവുകൾ നേടുക. ഇതിനകത്ത് ഇരിക്കുന്ന ആളുകൾ എന്നെക്കാട്ടിയും സുനിൽ സാറിനെക്കാട്ടിയും വിലേഷിനെക്കാട്ടിയും രാജേഷിനെക്കാട്ടിയും ഒക്കെ വളരെ നല്ല ക്രിപ്റ്റോയില് നല്ല കഴിവുള്ള ആളുകൾ ഉണ്ടാവുമായിരിക്കാം. അവരൊക്കെ നമ്മൾ കൂടെ കൂട്ടി അവരുടെയൊക്കെ വിലപ്പെട്ട അറിവുകളൊക്കെ കൂട്ടി നമുക്ക് ഇതൊരു നല്ലൊരു വിജയമാക്കി തീർക്കണം. നല്ലൊരു കൺസെപ്റ്റാണ്. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയി നമ്മളെ ഫിനാൻഷ്യൽ ഫ്രീഡം, അതാണ് നമ്മുടെ ആഗ്രഹം. അതിനനുസരിച്ച് അടുത്ത സൂമിൽ രാത്രി 9 മണിക്ക് നടക്കുന്ന സൂമിൽ നിങ്ങൾ ഓരോ വ്യക്തികളും ഒരു 5 പേരെങ്കിലും ക്ഷണിക്കുക. അതിൽ 2 പേരെങ്കിലും വന്നാൽ തന്നെ നിങ്ങൾ വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ നല്ലൊരു ക്ലാസ് നടത്തുന്ന സുനിൽ സാറിനും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ ക്രിപ്റ്റോ നമ്മുടെ ലക്ഷീറ ഫാമിലിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്ന അറിയിക്കുന്നു. താങ്ക് യു താങ്ക് യു സാർ.